നമസ്കാരം. പി എസ് സിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്നത്. നമുക്ക് ഇന്നു മുതൽ ബയോളജിയിലെ ടോപ്പിക്കുകൾ നോക്കിപ്പോവാം. ആദ്യമായിട്ട് നമ്മൾ കോശത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അതിലെ ബേസിക് ഫാക്ട്സാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നുള്ള വീഡിയോസ് ഇടാനും സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അപ്പം ജീവശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ പിതാവ് ആരാണെന്ന് അറിയണം. അപ്പം ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ച വ്യക്തിയാണ് ലാമാർക്ക് എന്ന് പറയുന്നത്. ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിക്കാം: സസ്യശാസ്ത്രമെന്നും ജന്തുശാസ്ത്രമെന്നും. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. അപ്പം നമ്മൾ അരിസ്റ്റോട്ടിലിനെ പറ്റി 2 പോയിൻ്റാണ് പറഞ്ഞത്: ജീവശാസ്ത്രത്തിൻ്റെ പിതാവെന്നും അതുപോലെ തന്നെ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. ബയോളജി എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ലാമാർക്കാണ്. ഇനി കോശം എന്ന ടോപ്പിക്കിലേക്ക് പോകാം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് സെൽ അഥവാ കോശം എന്ന് പറയുന്നത്. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ റൂം അല്ലെങ്കിൽ സ്മോൾ റൂം അല്ലെങ്കിൽ ചെറിയ മുറി എന്നാണ് സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പം കോശത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കോശം കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. സൈറ്റോളജി എന്ന് പറയുന്നത് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? കോശം കണ്ടെത്തിയ ആൾ തന്നെയാണ് റോബർട്ട് ഹുക്ക്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തിൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചതും ആരാണ്? അപ്പം കോശം കണ്ടെത്തിയ ആളായിരിക്കുമല്ലോ ആദ്യമായി മൈക്രോസ്കോപ്പിലൂടെ കോശത്തെ നിരീക്ഷിച്ചത്. അതും റോബർട്ട് ഹുക്കാണ്. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട പുസ്തകമാണ് ഏതാണ്? മൈക്രോഗ്രാഫി. അപ്പം കോശത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. ആ മൈക്രോഗ്രാഫി എന്ന പുസ്തകം രചിച്ചതുമാരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ റോബർട്ട് ഹുക്കിനെ കുറിച്ചിട്ട് 5 പോയിന്റ് പറഞ്ഞു. കോശം കണ്ടുപിടിച്ചു, സൈറ്റോളജിയുടെ പിതാവ്, മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തിൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചു, കോശഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. അത് രചിച്ചതും ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത്, അതായത് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആൻഡമാൻ ലിവൻ ഹുക്ക്. ജീവനുള്ള കോശം. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് MJ ശ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? തിയോഡർ ഷാൻ. അപ്പം കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ പറഞ്ഞ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ശ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? MJ ശ്ലീഡനും തിയോഡർ ഷാനും കൂടെ ചേർന്നിട്ടാണ്. കോശസിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. ഈ കോശസിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പ്രസ്താവിച്ചത് അത് റുഡോൾഫ് വിർഷോ ആണ്. അപ്പം നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്നുള്ളതാണ് ഈ കോശസിദ്ധാന്തം എന്ന് പറയുന്നത്. അത് ആവിഷ്കരിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവിവിഭാഗമാണ് വൈറസുകൾ. പിന്നെ 2 ഉണ്ട്: ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും. ഒരൊറ്റ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് പാരമീസിയം, അമീബ, യൂഗ്ലീന, ബാക്ടീരിയ ഓർത്ത് വെച്ചേക്കുക. അത് ചിലപ്പം നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ശരീരത്തിൽ 2 അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികളെന്ന് പറയുന്നത്. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം മനുഷ്യന്മാരും സസ്യങ്ങളും ഒക്കെ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ താഴെ കിടത്തുന്ന 2 പടങ്ങൾ സസ്യകോശങ്ങളെയും ജന്തുകോശങ്ങളെയും കുറിച്ചാണ്. അതിൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. ഒന്ന് കോശഭിത്തി, ഹരിതകണം, ഫേനം. ഇത് ജന്തുകോശങ്ങളിൽ കാണപ്പെടത്തില്ല, സസ്യകോശങ്ങളിൽ മാത്രമേ കാണപ്പെടൂ. ഏതൊക്കെയാണ്? ഒരു കോശഭിത്തി ഉണ്ടായിരിക്കും, ഹരിതകണം ഉണ്ടായിരിക്കും, ഫേനം. ഇത് സസ്യകോശങ്ങളിൽ മാത്രമേ കാണപ്പെടൂ. അതുപോലെ തന്നെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. അപ്പം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശഭിത്തി, ഹരിതകം, ഫേനം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സെൻട്രോസോം, ലൈസോസോം. ബാക്കി എല്ലാ ഭാഗങ്ങളും രണ്ടിലും ഒരുപോലെ ആയിരിക്കും.
ഇന്ന് ഞാൻ വളരെ കുറച്ച് പോർഷനേ പറയുന്നുള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലായി, നിങ്ങൾക്കിനി ക്ലാസ് മുൻപോട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വരും ദിവസങ്ങളിൽ ഞാൻ ബാക്കി പോർഷനുകളും ഇതേ രീതിയിൽ തന്നെ എടുക്കുന്നതായിരിക്കും. പിന്നെ SCERT ടോപ്പിക്കുകളും ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോർഷൻ പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം. ഓക്കെ, നന്ദി.